നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വീഡിയോ പങ്കുവച്ച് IDFനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഞങ്ങളുടെ ശക്തിയെന്ന് കുറിച്ച് ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്നത് ലെബനനിലെ തുരങ്കങ്ങളുടേതാണ്. ലെബനൻ അതിർത്തി വളയാൻ വന്നാൽ IDFനെ കാത്തിരിക്കുന്നത് വാരിക്കുഴികളെന്ന് വെല്ലുവിളി. ഹമാസിന്റെ തുരങ്കങ്ങളെക്കാൾ ശക്തവും 100 ഇരട്ടി അപകടങ്ങൾ ഒളിപ്പിച്ചതുമാണ് ഹിസ്ബുള്ള ടണലുകൾ. ധൈര്യമുണ്ടെങ്കിൽ ഈ ടണലുകളിൽ ഇറങ്ങൂ എന്നാണ് ഹസൻ നസറുള്ള വെല്ലുവിളിച്ചിരിക്കുന്നത്. ഏത് പാതാളവും ഭേദിച്ചെത്തുമെന്നാണ് ഇസ്രയേലിന്റെ മറുപടി. നല്ല വെളിച്ചമുള്ള തുരങ്കങ്ങളിലൂടെ പോരാളികൾ വലിയ ട്രക്കുകളും മോട്ടോർ ബൈക്കുകളും ഓടിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ചില ട്രക്കുകളിൽ മിസൈലുകളുണ്ട്. മിസൈലുകൾ സംഭരിക്കാനും വിക്ഷേപിക്കാനും ഉപയോഗിക്കുന്ന വിപുലമായ തുരങ്ക ശൃംഖല. ഇസ്രയേലുമായുള്ള ഏത് സംഘട്ടനത്തിലും ഇത് തങ്ങളുടെ ശക്തിയെന്നാണ് ഹിസ്ബുള്ളയുടെ വാദം. വളരെ വിശാലവും വമ്പൻ ആയുധ ശേഖരവും ഇതിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇസ്രയേലികൾക്ക് ഒരു സന്ദേശമാണ്. നിങ്ങൾക്ക് വരുത്താവുന്ന നാശം എത്രയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഹമാസിനെ വില കുറച്ചു കണ്ടതുപോലെ ഹിസ്ബുള്ളയെ വില കുറച്ചു കാണരുതെന്ന് ഹിസ്ബുള്ളയെക്കുറിച്ചുള്ള വിദഗ്ധനും അറ്റ്ലാന്റിക് കൗൺസിലിലെ ഒരു ചിന്തകനുമായ നിക്കോളാസ് ബ്ലാൻഫോർഡ് പറയുന്നു. കഴിഞ്ഞ 10 മാസത്തിനിടെ പലസ്തീൻ എൻക്ലേവിലെ യുദ്ധത്തിൽ ഇസ്രയേൽ 40,000-ത്തിലധികം ആളുകളെ കൊല്ലുകയും ഏകദേശം 2.5 ദശലക്ഷം ആളുകളെ ആട്ടിയോടിക്കുകയും ചെയ്ത ഗാസയിലെ അധിനിവേശം ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ലെബനീസ് പ്രസ്ഥാനം പറയുന്നത്. ഗാസയിൽ ഹമാസുമായി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ വടക്കൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് അവസാനിക്കുമെന്ന് ഹിസ്ബുള്ള പണ്ടേ പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേൽ വെടിനിർത്തൽ ശ്രമങ്ങളെ ആവർത്തിച്ച് തടസ്സപ്പെടുത്തുകയും പകരം ഹിസ്ബുള്ള ലെബനീസ് കമ്മ്യൂണിറ്റികൾക്കെതിരായ ആക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രാദേശിക സംഘടനത്തിന്റെ ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ 2ാം നമ്പർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെയും ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെയും വധിക്കുകയും ചെയ്തു. നിങ്ങളുടെ നാശം കണ്ടേ ഇനി തിരികെ കയറൂ. അതിനു മുൻപ് ഞങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നതിനാണ് ഈ വീഡിയോ എന്നുമാണ് വെല്ലുവിളി. ഇതെല്ലാം ഇസ്രയേലികൾ ഞങ്ങളെ വിലകുറച്ചു കാണരുതെന്നും നിങ്ങൾ മുന്നോട്ടു പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ കഴിവുകളുണ്ടെന്ന് തെളിയിക്കാനാണെന്നും ബ്ലാൻഫോർഡ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്ന തുരങ്കങ്ങൾ എവിടെയാണെന്നോ ഹിസ്ബുള്ളയുടെ ടണൽ ശൃംഖല എത്രത്തോളം വിപുലമാണെന്നോ അറിയാൻ ഒരു മാർഗവുമില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. സത്യത്തിൽ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നത് വളരെ കുറച്ചു മാത്രമാണ്. ഈ തുരങ്കങ്ങൾ നിലവിലുണ്ട് എന്നും അവ വലുതാണെന്നും ഭൂഗർഭ ഹൈവേകളായി വർത്തിക്കുന്നുണ്ട് എന്നും ആയുധങ്ങൾ അവയിൽ പ്രത്യക്ഷമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ഹിസ്ബുള്ള എപ്പോൾ വേണമെങ്കിലും ഇവയെല്ലാം പ്രയോഗിച്ചേക്കാം എന്നുമാണ് വ്യക്തമാക്കുന്നത്. ലെബനനിലെയും കാർനെഗി മിഡിൽ ഈസ്റ്റ് സെന്ററിലെ വിശാലമായ പ്രദേശത്തെയും കുറിച്ചുള്ള വിദഗ്ധനായ മൈക്കൽ യങ്ങിന്റെ അഭിപ്രായത്തിൽ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ നടത്തുന്ന വിശാലമായ മാനസിക യുദ്ധത്തിന്റെ ഭാഗമായി ഈ വീഡിയോയെ കാണാം. ഷുക്കറിനെയും ഹനിയയുടെയും കൊലപാതകത്തിന് ശേഷം ഇരുപക്ഷവും മാനസിക യുദ്ധം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് യങ് വിശ്വസിക്കുന്നത്. അതായത് ഇരുകൂട്ടരും തങ്ങളുടെ ശക്തികൾ പരസ്പരം തുറന്നുകാട്ടുന്നുണ്ട്. മാനസികമായി പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. വ്യോമാക്രമണത്തിൽ ഷുക്കൂറിനെ വധിച്ചതായാണ് ഇസ്രയേൽ സമ്മതിച്ചത്. ഹനിയയെ വധിച്ചതായി അവകാശപ്പെടുകയോ നിഷേധിക്കുകയോ തന്നെ ചെയ്തിട്ടില്ല. എന്നാൽ US-ഉം ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഉത്തരവാദി ഇസ്രയേലാണെന്ന് പറയുന്നുണ്ട്. 2 കൊലപാതകങ്ങളും മേഖലയിലെ സ്ഥിതി വഷളാക്കുകയാണ് ചെയ്തത്. ഇറാനെയും ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കാൻ ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് മറുപടിയുമായി ഇസ്രയേൽ രംഗത്തു വന്നു. ഭൂമിയിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് തുളച്ചുകയറാൻ രൂപകൽപ്പന ചെയ്ത ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണിപ്പെടുത്തി. ഗാസയിലെ ഹമാസിന്റെ സ്വന്തം തുരങ്ക ശൃംഖല പോരാളികൾക്കും നേതാക്കന്മാർക്കും അഭയം നൽകുന്നതിനും ഭൂമിക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഇസ്രയേലി സേനയെ മറികടന്ന് ആക്രമണങ്ങൾ നടത്തുന്നതിനും ഫലപ്രദമാണ് എന്ന് തെളിയിച്ചതാണ്. ഇതിന്റെ 100 ഇരട്ടി കരുത്തുണ്ട് തങ്ങളുടെ തുരങ്കങ്ങൾക്കെന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത്. ഹമാസിനേക്കാൾ വിപുലമായ കഴിവുകളുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നതിനാൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ സൗകര്യങ്ങൾ ഹമാസിനേക്കാൾ കൂടുതൽ ഫലപ്രദമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളയും ഇറാനും ഉടനടിയൊന്നും തുനിഞ്ഞേക്കില്ല. കാരണം ഇത് ഗാസയിൽ വെടിനിർത്തലിന്റെ സാധ്യതകളെ ദുർബലപ്പെടുത്തുമെന്നാണ് യങ് പറയുന്നത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പുതിയ വീഡിയോ ഹമാസിന് ആശ്വാസകരമായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇസ്രയേലിനെ തിരിച്ചടിക്കുമെന്ന് ഹസൻ നസ്രല്ല വാഗ്ദാനം ചെയ്തിട്ടും ഷുക്റിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യാൻ പോലും ഗ്രൂപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ നാണക്കേടും പേറിയാണ് ഹിസ്ബുള്ള കഴിയുന്നത്. എന്നാൽ ഇനിയും കാലതാമസം ഉണ്ടാകാൻ പാടില്ല എന്ന് ഭീകര ഗ്രൂപ്പുകളുടെ ആവശ്യമുയർന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രയേലിനെ ഇപ്പോൾ കയറി അടിച്ചാൽ അമേരിക്ക വെറുതെയിരിക്കില്ല. ആ പേടിയും ഹിസ്ബുള്ളയ്ക്കുണ്ട്.
ഇറാനും ഹിസ്ബുള്ളയും അവസരം നോക്കിയിരിക്കുകയാണ്. ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന സ്ഥിതി. തങ്ങളുടെ ശക്തി കാണിച്ചുകൊണ്ട് ഹിസ്ബുള്ള വീഡിയോ പങ്കുവച്ചതോടെ ഒരുങ്ങിയിരിക്കുക തന്നെയാണ് ഇസ്രയേൽ. മലയാളി വാർത്ത ഇൻസൈഡ്.